ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു തലേ ദിവസമാണ്. അമ്പു നമ്മ എവിടെ പോന്നെ? സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ഗിരിയേട്ടനാ? നിന്റെ അച്ഛനല്ലേ? അപ്പോൾ എനിക്കൊന്ന് ബാങ്കിൽ പോകാനുണ്ട്. അപ്പോൾ ഞാനും അമ്പൂട്ടനും കൂടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഷിട്ടുവിനെ ഞാൻ വീട്ടിലേക്ക് വിട്ടായിരുന്നു രാവിലെ അച്ഛൻ വന്ന സമയത്ത്. അപ്പോൾ അമ്പുവിന് വരാൻ ഇന്ന് തീരെ താല്പര്യമില്ല. അല്ലെങ്കിൽ ഞാൻ പോകുന്ന പുറകിൽ ചാടിക്കറി വരുന്നതാണ്. ഇന്നിപ്പോൾ വരാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ ബാൻഡ് കൊട്ടുന്നുണ്ട്. ആ ബാൻഡ് കൊട്ടുന്ന ടീമിൻ്റെ കൂടെ ഇപ്പോൾ കുറച്ച് നാളായി കൂടിയിട്ട്. അപ്പോൾ ഇവന് ബാൻഡ് കൊട്ടണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു വാലില്ലാതെ പോകാനും പറ്റില്ല. പിന്നെ മുമ്പ് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വണ്ടി എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ എടുത്തെടുത്ത് ശീലമായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാങ്കിൽ ഫോട്ടോ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ കൊടുത്ത് നമ്മൾ നേരെ താഴേക്ക് വന്നു കേട്ടോ. താഴേക്ക് വന്നാൽ പിന്നെ അമ്മയ്ക്കും മോനും പുറത്തെത്തിയാൽ വിശപ്പാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ചായ കുടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോയി ഒരു ജ്യൂസും ഒരു ഇതും കഴിച്ചു, സാൻഡ്വിച്ചും കഴിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അവിടുന്ന് പെരിയാട്ടെടുക്കാട്ടോ പോയത്. വേറെ ഒന്നുമല്ല, നാളെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഗിരീഷേട്ടന് ഒരു ഷർട്ട് വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ നേരെ പെരിയാട്ടെടുക്കത്തേക്ക് പോയി. അവിടെ എത്തിയിട്ടാകുമ്പോൾ PM എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല പൈസ കുറവാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. അത് കഴിഞ്ഞ് 2-3 ഷോപ്പിൽ കയറി ലാസ്റ്റ് പൊയിനാച്ചിന്ന് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഷിട്ടുവിനെ കൂട്ടണമല്ലോ. അങ്ങനെ വീട്ടിലെത്തി വന്ന് നോക്കുമ്പോൾ ഉണ്ട് അമ്മ മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കിളിമീൻ ഉണ്ടല്ലോ, അതായത് പൊയ്യാപ്പിള എന്നെല്ലാം പറഞ്ഞ് പുതിയാപ്പിള എന്നോ എന്തൊക്കെ പറയും അതിന്. അപ്പോൾ ആ മീനുണ്ട് പൊരിച്ചത്, പിന്നെ കൊണ്ടാട്ടമുളകുണ്ട്, പിന്നെ ക്യാബേജ് വറവുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ പറഞ്ഞ് ചോറ് കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ചോറ് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ കറി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിലെത്തുമ്പോഴാണല്ലോ ഈ ചക്ക, കായ്ക്കൊല അങ്ങനത്തെയുള്ള സാധനങ്ങളെല്ലാം കാണുന്നത്. പിന്നെ അമ്മയുടെ പൂന്തോട്ടത്തിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതല്ല, അച്ഛൻ നല്ലോണം വളമിടും. അമ്മയുടെ ഒന്നുമല്ല, അച്ഛനാണ് നോക്കുന്നത് മൊത്തം. പിന്നെ ഞാൻ നേരെ തിരിച്ച് വരുമ്പോൾ നമ്മുടെ വീട് പണി എടുക്കുന്നിടത്ത് കയറി. അവിടെ വാഷ് ബേസിൻ്റെ സിങ്ക് എവിടെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. നേരെ ചോറെടുത്തു. അമ്മയുടെ മാങ്ങാപ്പുളിശ്ശേരി ഒഴിച്ചു. നമ്മൾ കാസർഗോഡേക്ക് മാങ്ങാപ്പുളിശ്ശേരി വെക്കലുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഉണ്ട് തോന്നുന്നു. പക്ഷേ ഇങ്ങോട്ടൊന്നും വെക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളിങ്ങോട്ടൊന്നും, അതായത് ഇവിടുത്തെ അമ്മയ്ക്ക് ഈശ്വരൻ്റെ അമ്മയൊന്നും വെക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മാമ്പഴം കൊണ്ട് മറ്റേ പച്ചടി ആക്കലുണ്ട്. അപ്പോൾ അമ്മ ഇലയിലാണ് മീനൊക്കെ പൊതിഞ്ഞത്. കാരണം അമ്മയുടെ പാത്രങ്ങളൊക്കെ ഏകദേശം എല്ലാം എൻ്റെ അടുത്തായിരുന്നു, തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ അപ്പുറത്ത് അമ്മയുടെ അടുത്ത് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നേരെ നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളെ വീടിൻ്റെ കുറച്ച് മേലെ അമ്പലത്തിൻ്റെ അടുത്ത് പാറമ്മിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളൊരു പിസ്ത ഗ്രീനും വൈറ്റും കൂടിയ കോമ്പിനേഷനിൽ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ച യെല്ലോ ആയിരുന്നു, പിന്നെ ഇതിങ്ങനെ ആയി. പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി. സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുത്തു, കുറേ പോസ്റ്റിൽ ഫോട്ടോ എടുത്തു കേട്ടോ നമ്മൾ. പക്ഷെ നമുക്ക് ഫോട്ടോ കുറച്ചേ കിട്ടിയില്ലായിരുന്നുള്ളൂ, മുഴുവൻ ഫോട്ടോയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല, എനിക്ക് ഫോട്ടോ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്ന പോലെ ഒന്നും തോന്നിയില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, എന്നാലും മോശമില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഭയങ്കര എഡിറ്റഡ് ആയിട്ടൊന്നും തോന്നിയില്ല, ഒറിജിനൽ തന്നെ ആയിട്ട് തോന്നി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അതിലെല്ലാം ഒന്ന് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മുമ്പ് ഒരിക്കൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അവിടുന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം മഴയുടെ സമയമായിരുന്നു. അപ്പോൾ നല്ല പച്ചപ്പായിരുന്നു അവിടേക്ക്. ഇപ്പം ഒരു ഉണങ്ങിയ പുല്ലൊക്കെ ഉണങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഓരോരോ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പക്ഷേ പിള്ളേർ അതിലേ പാഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര മഴ മൂടൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം അപ്പോഴത്തേക്ക് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് വന്നു കേട്ടോ, റൈസ് വാങ്ങിച്ചിട്ട്. ഇന്നത്തെ വീഡിയോത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.